തായ്ലാൻഡ് നൈറ്റ് ലൈഫ് വരുന്നത്. ബാങ്കോക്ക് നൈറ്റ് ലൈഫാണ് വരുന്നത്. ബാങ്കോക്കിലെ മെയിൻ സ്ഥലമാണ് നാനാ പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് കഞ്ചാവാണ് കഴിച്ചത്. കഞ്ചാവ് കുറേ പുഴുക്കൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ചൈനയിൽ പോലും കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഷിയാനിൽ നിന്ന് നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഷിയാനിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഉച്ച 3:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ നേരെ തായ്ലാൻഡാണ്. അപ്പോൾ തായ്ലാൻഡ് ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസം 1 night in തായ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്നുള്ളപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ വന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 1 night in തായ്ലാൻഡ് വ്ളോഗിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇത് എയർ ഏഷ്യേൻ്റെ ഫ്ലൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ നേരെ നമുക്ക് തായ്ലാൻഡിൽ എത്തിയിട്ട് കാണാം. തായ്ലാൻഡ് 1 night in ബാങ്കോക്ക് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ബാങ്കോക്കിലെ ഡോങ് മിയോങ് എയർപോർട്ടിലെത്തിയേക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ വിസ ഓൺ അറൈവൽ എന്താ സംഭവം എന്നുള്ളത് ചോദിച്ചു നോക്കണം. നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമ്മൾ ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഇപ്പോൾ ഇന്ത്യൻസിന് വിസ വേണ്ട അങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ ഇവിടെ വിസ ഓൺ അറൈവലിൽ ഇന്ത്യൻ്റെ ഇതും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ അറൈവൽസിലോട്ട് പോയി നോക്കി നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കാരണം അധികം ഒന്ന് റിസർച്ച് ചെയ്ത് നമ്മുടെ വിസയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചുമ്മാ പാസ്പോർട്ട് കൊടുക്കുക, ഡയറക്റ്റ് നമുക്ക് വിസ അടിച്ച് തന്നു. വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി സിം കാർഡും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ക്യാബ് എടുത്തിട്ട് ഇതേ ഇപ്പോൾ ബാങ്കോക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ തായ്ലാൻഡിൽ വന്ന എല്ലാവർക്കും അറിയുന്ന 7-Eleven ഷോപ്സൊക്കെ ഇവിടെ ഉണ്ട്. ഒരു തന്നെ ഇതേ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ആൾക്കാർ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തോടത്തേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളങ്ങനെ ബാങ്കോക്കിലെ നാനാ പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കുറേ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, കുറേ മുട്ട സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ സൂപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് മണടിക്കുമ്പോഴേ എന്തോ പോലെ തന്നെയാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ക്ലബ്ബും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഈ സൈഡിലോട്ട് മൊത്തം ക്ലബ്ബാണ്. നമ്മുടെ ടുക് വണ്ടി, തായ്ലാൻഡിലെ ഫേമസ് ടുക് VIP എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനൊക്കെ എക്സോസ്റ്റ് ഒക്കെ വെച്ചിട്ട് വൻ സെറ്റപ്പ് സാധനമാണ് ഈ പോണത്. ഇതാണ് തായ്ലാൻഡ് നൈറ്റ് ലൈഫ് വരുന്നത്. ബാങ്കോക്ക് നൈറ്റ് ലൈഫാണ് വരുന്നത്. ബാങ്കോക്കിലെ മെയിൻ സ്ഥലമാണ് നാനാ പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ അവിടേക്ക് ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് ഓരോ ഷോപ്പുകൾ കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് കഞ്ചാവാണ് കഴിച്ചത്. കഞ്ചാവ് കുറേ ബൈക്കുകളുണ്ട്. ഈ ബൈക്കുകൾ മൊത്തം വരുന്നത് ടാക്സികളാണ്. പിന്നെ ഈ ഒരു ടുക് വണ്ടികളും ഉണ്ട് ഇവിടെ. എല്ലാവരും നല്ല രീതിക്ക് ട്രാഫിക് സിഗ്നലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡായ ഫിഷൊക്കെ ഫുള്ള് പൊള്ളിച്ചിട്ട് വരുന്നുണ്ട്. പിന്നെ ക്രാബ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നെയിലിൻ്റെ സംഭവങ്ങളുണ്ട്, കൊച്ചിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ തായ്ലാൻഡ് സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ്. ചെമ്മീൻ്റെ ഫ്രൈ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പുഴുക്കൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ചൈനയിൽ പോലും കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ട്, തായ്ലാൻഡിലുണ്ട് കുറേ പുഴുക്കളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫ്രൈ. നമ്മളെന്തായാലും കഴിച്ചു നോക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ചൈനീസിലൊക്കെ എഴുതിയിട്ടുണ്ട്, കൗറോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കൗറോ ചീനൊക്കെ എഴുതിയിട്ടുണ്ട്. ചിക്കൻ ബാബിക്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ വന്നാലും ചൈനീസ് ഉണ്ട്. ഇപ്പോൾ കഴിച്ച് നമ്മളൊരു ഷവർമ കഴിക്കാൻ വന്നേക്കാണ്. ഇത് കുറേ അതിന് ശേഷം നമ്മളൊരു അറബിക് ഷവർമ കഴിക്കുകയാണ്. ചൈനയിൽ കിട്ടാത്തൊരു സാധനം, അറബിക് ഷവർമ. അങ്ങനെ നമ്മൾ ഉറങ്ങി എണീറ്റിട്ട് നമ്മൾ ഇന്നലെ വന്ന സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സ്ട്രീറ്റ് ഇപ്പോഴും നോക്കൂ നിങ്ങൾ, അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റിക്കർ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ നടന്നിരുന്ന ആ സ്ട്രീറ്റുകളാണ് ഈ കാണുന്നത് മൊത്തം. പിന്നെ നമുക്ക് ഇവിടെ കുറേ ചെറിയ ഷാക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ നേരെ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോകാം. ഇത് ഫുള്ള് ഓരോ കറികളാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ മുട്ട പുഴുങ്ങിയതുണ്ട്, പിന്നെ ഓരോ കറികളാണ്, ചെമ്മീൻ്റെ ഇട്ടുണ്ട്. പിന്നെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കറികൾ ഇങ്ങനെ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണ് തോന്നുന്നു. നമ്മളെന്തായാലും വേറെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാനുള്ള പ്ലാനിലാണിത്. ഇവിടെ ചിക്കൻ പൊരിച്ചതും പിന്നെ മീറ്റ് ബോൾസും ചിക്കൻ വിങ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫുൾ ഫ്രൈസ് ഐറ്റംസ് ആണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ജ്യൂസ് വിൽക്കണം, ലൈം സോഡ, ഗ്രീൻ സോഡ, റെഡ് സോഡ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. പിന്നെ ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ഷോപ്സ് ആയിട്ടുള്ള ബാഗും ടീഷർട്ടും സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ. ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് സുഖുംവിത്ത് എന്നാണ് കേട്ടോ. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സുഖുംവിത്ത്. അപ്പം നാനാനോട് ചേർന്നിട്ടുള്ളതാണ്. ഇതാണ് നാനാ പ്ലാസയിലോട്ടുള്ള വഴി. നാനാ ബാറും അങ്ങനെ കുറേ ക്ലബ്ബും സംഭവങ്ങളൊക്കെ. ഇവിടെ കുറേ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്സും ഫുഡും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ക്ലബ്ബിങ്ങൊക്കെയാണ്. ഒരു കഞ്ചാവിൻ്റെ കടയാണ് കേട്ടോ. തായ്ലാൻഡിൽ കഞ്ചാവൊക്കെ ലീഗലാണ്. അപ്പോൾ ഇവിടെ കുറേ ഈ കഞ്ചാവ് വിൽക്കുന്ന സ്റ്റോറുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഇതൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഷോപ്പാണ് തോന്നുന്നു. കുറേ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് എന്തായാലും ഇവിടുത്തെ ഏതെങ്കിലും ഈ ഷോപ്പിൽ തന്നെ കയറി നോക്കാം. നമുക്ക് ഫുഡ് കഴിച്ച് നോക്കാം അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന്. ഇതാണ് ഇവരുടെ മെനു വരുന്നത്. നമുക്ക് ഉള്ളിലോട്ട് നോക്കിയിട്ട് മെനു നോക്കാം. ഇതാണ് നാനാ സീ ഫുഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ സീ ഫുഡിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സീ ഫുഡ് ഏതാണെന്നുള്ളതൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ചിക്കൻ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഗ്രിൽ സീ ഫുഡ് സെറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ കുറേ ലോബ്സ്റ്ററിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. ലോബ്സ്റ്ററിനൊക്കെ 3000 ബാത്താണ്. നാട്ടിലത്തെ ഏകദേശം ഒരു 6,500 വരും. പിന്നെ ഫിഷിൻ്റെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫുൾ ഫിഷ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഈ ഫുൾ ഫിഷ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ തീരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടും കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രിൽഡ് ലിവർ ഷ്രിംപ് ഉണ്ട്. ഫിഷിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. ഓയിസ്റ്റർ, പിന്നെ ഗ്രിൽഡ് സാൽമൺ ഉണ്ട്. പിന്നെ സീ ഫുഡ് ബക്കറ്റ് വിത്ത് ബാർബിക്യൂ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വായ വെള്ളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ക്രാബിൻ്റെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഓയിസ്റ്ററിൻ്റെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ചെറിയ കക്കയുണ്ട്, മസൽസ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്, ഇത് മൊത്തം ഓയിസ്റ്റർ വിത്ത് വെജിറ്റബിൾസ് ഒക്കെയാണ്. ക്യാബേജും മറ്റേ ഇതൊക്കെ ബ്രൊക്കോളിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വേറെയും സ്റ്റിർ ഫ്രൈഡ് കുറേ ഐറ്റംസാണ് വരുന്നത്. ഇവരുടെ മെയിൻ ഫുഡ് ഐറ്റംസൊക്കെ കുറേയൊക്കെ സ്റ്റിർ ഫ്രൈഡാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു പാഡ് തായ് കണ്ടിരുന്നു. പാഡ് തായ് ആണല്ലോ തായ്ലാൻഡിലെ ഒരു ഫേമസ് ഫുഡിൽ ഒന്ന് പാഡ് തായ് ആണ്. അപ്പോൾ പാഡ് തായ് വിത്ത് സ്ട്രിംപാണുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും സ്ട്രിംപ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് പാഡ് തായ് വിത്ത് ചിക്കനാണ് ഓർഡർ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ടോംയം സീ ഫുഡൊക്കെ ഉണ്ട്. ടോംയം ഒരു കറി പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഗ്രീൻ കറി വിത്ത് ചിക്കൻ, ഇത് നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ടോംയമും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്പൈസി പപ്പായ സാലഡ് വരുന്നുണ്ട്. പിന്നെ നാട്ടിലത്തെ ഒരു ചിക്കൻ കറി പോലത്തെ എന്താ മസാമൻ കറി വിത്ത് ചിക്കൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ തായ് സ്റ്റൈൽ മഷ്റൂം സൂപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഐറ്റംസ് മൊത്തം ഇനി ഗ്രിൽഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഗ്രിൽഡ് ചിക്കനും ഗ്രിൽഡ് പോർക്ക് റിബ്സും പോർക്ക് ബോണും പിന്നെ ഡീപ്പ് ഫ്രൈഡ് ബീഫ്, നമ്മുടെ ബീഫ് കൊണ്ടോട്ട തോന്നുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ചിക്കൻ വിങ്സും സംഭവങ്ങളൊക്കെയാണുള്ളത്. എന്താ ഉഴുന്നുവടയാണ് അല്ല, സ്ട്രിംപാണ് കേട്ടോ, സ്ട്രിംപാണ്. പിന്നെ പല രീതിക്കുള്ള ഓംലെറ്റ് ഉണ്ട്. വെജിറ്റബിൾ ഓംലെറ്റ്, ക്രാബ് ഓംലെറ്റ്, സ്ട്രിംപ് ഓംലെറ്റ്, ഓയിസ്റ്റർ ഓംലെറ്റ്. ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഓംലെറ്റ് നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം. നാട്ടിൽ വെറും സബോള ഇട്ടുള്ള നോർമൽ ഓംലെറ്റ് ഉള്ളൂ. പിന്നെ സ്റ്റിർ ഫ്രൈഡ് ബീഫ് വിത്ത് ബെൽ പെപ്പർ. പിന്നെ ഇന്നലെ നമ്മൾ വന്നപ്പോൾ കഴിച്ചത് റൈസ് വിത്ത് സ്റ്റിർ ഫ്രൈഡ് പോർക്ക് ആൻഡ് ബേസിൽ ലീവ്സ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോമിയം ഫ്രൈഡ് റൈസാണ് ഇത് വരുന്നത്. ആ കറിയിൽ വെച്ചിട്ടുള്ള ഇതാക്കിയിട്ടുള്ള ആ ഒരു ഫ്ലേവർ വരുന്ന ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു വരുന്നത്. പിന്നെ നമ്മളൊരു സ്മൂത്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്മൂത്തിയിൽ കുറേ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. മാംഗോ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇതെല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ നമ്മളൊരു മാംഗോ സ്മൂത്തിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മുടെ പാഡ് തായ് വന്നേക്കുകയാണ്. ഇത് കാണുമ്പോൾ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് സൂപ്പർ പാഡ് തായ് പോലെ തോന്നുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാഡ് തായ് കഴിച്ചത് ബാങ്കോക്കിൽ തന്നെ വേറെ ഏതൊരു പാർക്കായിരുന്നു, അതായത് ഒരു സ്ട്രീറ്റ് ആയിരുന്നു. ആ സ്ട്രീറ്റിൻ്റെ പേര് ഞാൻ മറന്നു. അവിടുത്തെ ഒരു ഒത്തൻറ്റിക് സ്ട്രീറ്റ് ഫുഡ് പാഡ് തായ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് അന്നൊന്നും നമ്മൾ വ്ളോഗ് എടുത്തിരുന്നില്ല. അത് കാരണം അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് കാരണം സീസണിങ്സ് ഒന്നും അധികം ഇല്ല. പിന്നെ സീസണിങ്സിന് വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് തന്നിട്ടുണ്ട്, പിന്നെ സോൾട്ട് തന്നിട്ടുണ്ട്, പിന്നെ ഇവരുടെ വിനീഗറിൻ്റെ സംഭവം അത് തന്നിട്ടുണ്ട്. പിന്നെ ഇതെന്തോ നട്ട്സിൻ്റെ എന്തോ സംഭവം വന്നു. ചോപ്സ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ ലെമൺ ഉണ്ട്. പിന്നെ നമ്മുടെ സ്മൂത്തി സെറ്റ് സ്മൂത്തിയാണ് കേട്ടോ. നല്ല വലിയൊരു മാംഗോ സ്മൂത്തി ഉണ്ട്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് ഡേ വിത്ത് പാഡ് തായ് ഇൻ ബാങ്കോക്ക്. അത് കുറച്ച് സോസും സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ എന്തൊക്കെയാണ് സംഭവം ഉള്ളത് നോക്കാം. ഇതൊരു മുളകിൻ്റെ വെള്ളം കേട്ടോ. ഈ മുളകിൻ്റെ വെള്ളം കൊള്ളാം. ഈ മുളകൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് നമുക്ക് രാവിലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്ന് കഴിച്ചു നോക്കാം. ഒത്തൻറ്റിക് പാഡ് തായ്, ഒത്തൻറ്റിക് തായ്ലാൻഡ് പാഡ് തായ് ഗൈസ്, തായ്ലാൻഡ് പാഡ് തായ്. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ്. നമ്മുടെ ചോപ്സ്റ്റിക്സ് ഇവിടെ ഉണ്ട്. ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വിചാരിച്ച പോലെയല്ല. നമ്മൾ ചൈനയിൽ ചിക്കൻ നൂഡിൽസ് എന്ന് പറയുന്നത് മേടിക്കുമ്പോൾ ചിക്കൻ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. പകരം ഇവിടെ ചിക്കൻ ഉണ്ട്. നമ്മളെ പാഡ് തായ് കഴിച്ച് നോക്കാം. കൊള്ളാൻ കഴിച്ചു. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ടാണോ.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേക്കാണ്. ഏകദേശം ഫുഡ് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ല. ഇനി നമ്മൾ നേരെ പറഞ്ഞ് മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ മെട്രോ സ്റ്റേഷനിലെ മെട്രോൻ്റെ ലൈൻ പോകുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ നമ്മൾക്ക് ഇനി മെട്രോ സ്റ്റേഷനിലെത്തിയിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോകാം. ഇതാണ് മെട്രോൻ്റെ ഇൻസൈഡ് വരുന്നത്. BTS എന്നാണ് ഇവിടുത്തെ മെട്രോ എന്ന് പറയുന്നത്. ബാങ്കോക്ക് മാസ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നാണ് പേര് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു മോളൊക്കെ ഉണ്ട്, വലിയൊരു മോളൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സഫാൻ ഖായ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തായ് ഭാഷയിൽ പറയാം സഫാൻ ഖായ്. ഇനി അവിടെ നേരെ നമുക്ക് പോകേണ്ടത് ഒരു ബസ് എടുക്കണം. ബസ് എടുത്തിട്ടാണ് നമ്മൾ നേരെ ഇനി അടുത്ത് എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ട്രാൻസ്പോർട്ടേഷനും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ് വരുന്നത്, തായ്ലാൻഡിൽ ലോക്കൽ ബസ് വരുന്നത്. ബസ് സ്റ്റോപ്പിൽ ഇത് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോകേണ്ടത് A1 A1 ബസ്സിനാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് ടൈമിങ് എത്രയാണ്, ഏതൊക്കെയാണ് AC ബസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര വെയിലാണ് പുറത്ത്. അപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ഏകദേശം നമ്മളൊരു 45 മിനിറ്റ്സ് 1 അവർ വെയിറ്റ് ചെയ്തു. ബസ് കിട്ടാനായിട്ട് കിട്ടിയില്ല. അതായത് ബസ് വന്നേ ഇല്ല. അവർ ആദ്യം പറഞ്ഞ് A1 എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ആ ബസ്സില്ല എന്ന് പറഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്ത് A2 എന്ന് പറഞ്ഞൊരു ബസ്സായിരുന്നു, അതും വന്നില്ല. അങ്ങനെ അവിടെ നിന്നായിരുന്നു എയർപോർട്ടിലേക്ക് പോകാൻ നിന്നായിരുന്നവരൊക്കെ ടാക്സി വിളിച്ച് പോയി. അപ്പോൾ നമ്മളും പിന്നെ ടാക്സി എടുത്ത്, കാരണം ഏകദേശം 1 അവറിലോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത്. നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് സമയമുണ്ട്, പക്ഷേ വൻ ചൂടാണ്. ഏകദേശം 32 ഡിഗ്രി 33 ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ നേരെ ഒരു ടാക്സി എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ അങ്കിള് വരുന്നത്, ടാക്സി ഡ്രൈവർ വരുന്നത്. അങ്കിള് നല്ല പാട്ടൊക്കെ വെച്ച് പറപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ആകെ ഏകദേശം ഒരു 18 മിനിറ്റ്സ് എന്തോ ഉള്ളൂ, 20 മിനിറ്റ്സേ ഉള്ളൂ ഇവിടെ നിന്ന് നമ്മുടെ എയർപോർട്ടിലോട്ട് എത്താൻ. അങ്ങനെ അവസാനം നമ്മൾ എയർപോർട്ടിലെത്തിയതിനു ശേഷം നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്ട്രോബെറി ജ്യൂസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. സ്ട്രോബെറി, ബനാന, ആപ്പിൾ ജ്യൂസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ക്രഷ് ചെയ്തൊരു സാധനമാണ്. അതാണ് ഇപ്പോൾ അവർ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കുടിച്ച് നോക്കി നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ഈ ചൂടിനെ ശമിപ്പിക്കാനായിട്ട് തണുപ്പിൻ്റെ ഒരു സാധനം ഇങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. ഇതാണ് ഇവരുടെ മിക്സർ വരുന്നത്. നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനും പിന്നെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇനി ഫ്ലൈറ്റിലോട്ടിൻ്റെ അങ്ങോട്ട് പോവുകയാണ്, ഗേറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നേരെ നാട്ടിലോട്ട് പോകണം. അപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷം. ഇതാണ് നമ്മുടെ ബാങ്കോക്ക് ഡോൺ മുയിങ് എയർപോർട്ടിൽ ലോഞ്ച് ആക്സസ് വരുന്നത്. അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് എടുത്ത് നോക്കാം. തായ്ലാൻഡ് സ്പെഷ്യൽ ഫുഡൊക്കെ എടുത്തേക്കാണ് ലോഞ്ചിൽ നിന്ന്. ഇതെന്തോ പോർക്കിൻ്റെ എന്തോ ഒരു ഐറ്റമാണ്. ഇതും പോർക്കിൻ്റെ ഐറ്റമാണ്. ഇത് നോർമൽ റൈസ്. ഇത് സ്റ്റീൽഡ് പോർക്ക് എന്തോ സാധനം. ഇത് വിയറ്റ്നാമീസ് സോസേജാണ്. ഇത് രണ്ടും കുഴപ്പമില്ല. ഇത് വലിയ ടേസ്റ്റില്ല. പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല. ശാന്തം, സമാധാനം. കുറച്ച് ഡെസേർട്ട്സും പിന്നെ 2 ഫ്രൂട്ട്സും പൈനാപ്പിളും വെച്ചേക്കാം. ഇനി അടുത്ത കഴിക്കാം നമുക്ക് കുറച്ച് ജ്യൂസ് എടുക്കാം. ഇവിടെ ഗുവാവ ജ്യൂസും ഉണ്ട്, പിന്നെ ഓറഞ്ച് ജ്യൂസും ഉണ്ട്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഗൈസ് ഫൈനലി കേരളത്തിലെത്തി നമ്മൾ. നേരെ കൊച്ചി എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ തായ്ലാൻഡ് ജേർണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചെറിയ 1-2 വ്ളോഗൊക്കെ എടുക്കാം. ആകെ കുറച്ച് ദിവസം നമ്മളുള്ളൂ. ഇവിടെ ഉള്ള സമയം കൊണ്ട് നമ്മൾ എന്തെങ്കിലും 1-2 വ്ളോഗൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.